ഹായ് ഹലോ കൂട്ടുകാരെ, സ്വാന്തനം ടൂവിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് നമുക്ക് കേട്ടാലോ അടിപൊളി സീനുകളും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് വരുന്നത്. അതായത് നമ്മുടെ പാണ്ഡ്യൻ 2 നമ്മൾ അതിൻ്റെ ഏകദേശം തന്നെയാണ്. കുറച്ച് ചില ചേഞ്ചുകളാണ് നമ്മുടെ സ്വാന്തനം മലയാളത്തിൽ വരുത്തിയത്. അതായത് അതിൽ നമ്മുടെ ബാലൻ തൻ്റെ മകളുടെ ആ സത്യാവസ്ഥ നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് സെറ്റൊക്കെ എടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതേസമയം നമ്മുടെ മലയാളത്തിൽ അത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് കാണിക്കുന്നത്. അല്ല, സോഷ്യൽ മീഡിയ വഴി ലൈവ് അങ്ങ് ഇട്ട് കൊടുത്തു. നമ്മുടെ ബാലൻ അങ്ങ് എല്ലാവരും അതിനെ പിന്താങ്ങിക്കൊണ്ടാണ് ഒരുപാട് പേര് ഒക്കെ സപ്പോർട്ട് ചെയ്തു. ബാലൻ ഒരു സോഷ്യൽ മീഡിയ താരം തന്നെ ആവും കേട്ടോ. ഒരു ലൈവൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമല്ലേ. അതെല്ലാം എല്ലാവർക്കും കാണാം. ഇന്ന ആളെന്നല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആണ് ബാലൻ ഈ ഒരൊറ്റ വീഡിയോ അങ്ങ് ഇട്ടു. ഈ ഒരൊറ്റ കേസോടുകൂടി പക്ഷേ തൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടി എടുത്ത ഈ റിസ്ക് അത്രയുമേൽ നമ്മുടെ അനുസരിക്ക് ഒരു മനോധൈര്യം കിട്ടുകയാണ്. കാരണം തനിക്ക് വേണ്ടി തൻ്റെ അച്ഛൻ ഇത്രയും വലിയ റിസ്ക്കാലോ ജീവിതത്തിൽ തന്നെ ബാലൻ ആദ്യമായിട്ട് ഒരു ലൈവ് ഒക്കെ ഇട്ട് ഒരു കാര്യം പറയുന്നത്. പക്ഷേ ഇത് കൃഷ്ണമംഗലംകാരെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര അടിയായി പോകാട്ടോ. അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പുറം ആവുകയാണ് കേട്ടോ. അങ്ങനെ ആ സീനും കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം എല്ലാവരിലും എത്താനും നമ്മുടെ അനുശ്രീക്കും ജീവിതത്തിലെ ദേവമംഗലത്തിലെ ബാലഗോമതി സ്റ്റോർ ബാലൻ്റെയും ഗോമതിയുടെ മകളാണ് അനുശ്രീ. അവരുടെ ലൈഫിലുണ്ടായ ഒരു അനുഭവം അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഒറിജിനലായിട്ട് തന്നെ അതറിയിക്കുകയാണ് നമ്മുടെ ബാലൻ. അങ്ങനെ അതറിഞ്ഞ് പല ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്ത് ഒക്കെ സോഷ്യൽ മീഡിയ അതങ്ങ് ഒരു ഭയങ്കര സംഭവമായി ഒരു ന്യൂസ് പോലെ അങ്ങ് ആവാണ്. അത് ന്യൂസ് ചാനലുകാർ പോലെ അതങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ജീവൻ്റെയും കുടുംബത്തിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ പ്രൊമോയിൽ അത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ജീവനൊക്കെ അതറിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് കല്യാണം ആലോചിച്ച് അനുവിൻ്റെ വീട്ടിലേക്ക് വന്ന് അച്ഛനും അമ്മയും വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മകളെ കെട്ടിച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അനു സമ്മതിക്കണില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പിസോഡ് പറയുന്നുണ്ട്, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് ജീവൻ്റെ അച്ഛനും അമ്മയും അവരെ പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അയ്യോ, ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിൽ കരുതിയതെല്ലാം തെറ്റായി പോയല്ലോ, നമ്മുടെ തെറ്റിദ്ധാരണകളായിരുന്നു. അപ്പോഴേക്കും ജീവൻ മനസ്സിൽ പറയുകയാണ്, അവൾ അങ്ങനെ ഒരിക്കലും അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ അവളുടെ മനസ്സ് അത്രയേ ഉള്ളൂ. ഒരിക്കൽ അവളുടെ കുടുംബത്തിനെ വേദനിപ്പിക്കാൻ അനുശ്രീ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ജീവന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജീവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് പറയാണ്, അച്ഛ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അനുശ്രീ എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു വിവാഹത്തിന് നിങ്ങൾ സമ്മതമാണോ? കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ സ്നേഹമുണ്ട്. എനിക്ക് അതുകൊണ്ട് ഈ ഒരു കല്യാണം അവരെ വീട്ടിൽ പോയി ഇനിയും ഒന്നുകൂടി ഒന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ജീവൻ സംസാരിക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ ജീവൻ അത്രയ്ക്കും ജീവനായിരുന്നു അനുശ്രീനെ. ജീവൻ്റെ അമ്മയ്ക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ആ കുട്ടിയെ നമ്മൾ തെറ്റിദ്ധരിച്ചല്ലോ, അതിൻ്റെ നിസ്സാരാവസ്ഥയാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അവളെടുത്ത ഒരു റിസ്ക്കാണത് അല്ലേ. അവളുടെ ജീവിതം വെച്ച് തന്നെ അവൾ ഒരു റിസ്ക് എടുത്ത് ചെയ്തതാണ്. അവളുടെ റെസ്പെക്റ്റ് തോന്നുകയാണ്. ജീവൻ്റെ അച്ഛനും അമ്മയും ജീവനും ഒക്കെ അങ്ങനെ അവരെ നേരെ ദേവമംഗലത്ത് വരികയാണ്. അപ്പോൾ അവരെ കണ്ടതും ഗോമതി വല്ലാത്തൊരു പേടിയായി പോയിട്ടോ. അയ്യോ, ജീവൻ്റെ ഫാമിലി ആണല്ലോ വന്നേക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ഗോമതി എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനി പൈസയ്ക്കെങ്ങാനും വന്നതാണോ, വഴക്ക് പറയാനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മറ്റോ വന്നതാണോ എന്ന് കരുതി ഗോമതി ടെൻഷൻ അടിച്ചു. പക്ഷേ അതിനൊന്നും അല്ലായിരുന്നു അവർ വന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് വിനയത്തോടെ ചോദിച്ചാട്ടം അവർ വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഗോമതി മനസ്സിലായി, ദേഷ്യത്തെ ഒന്നും അല്ല അവർ വന്നിരിക്കുന്നത്. അപ്പം ബാലനും
കൂടെ അവരെ അകത്ത് കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ചായയൊക്കെ കൊടുക്കും കേട്ടോ, ഒക്കെ വെള്ളം അതൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവർ, അതായത് ജീവൻ്റെ അമ്മ ബാലനോടും ഗോമതിയോടും കൂടെ ആയിട്ട് ഞങ്ങളൊരു കാര്യം പറയാനായിട്ട് വന്നത്. ഞങ്ങളുടെ മനസ്സിൽ അനുമോളെക്കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ ബാലൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ ഒരു കാര്യം ലോകം മുഴുവൻ അറിയിച്ചതോടെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ മാറി. അതുകൊണ്ട് ഞങ്ങളുടെ മകന് വേണ്ടി നിങ്ങളുടെ മകളെ വിവാഹം ചോദിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും ബാലനും ഗോമതിയും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ട. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവനെ പോലെ നല്ലൊരു സ്വഭാവമുള്ള ഒരു പയ്യന്, ഒരു നല്ല ജോലിയൊക്കെ ഉള്ളൊരു പയ്യനെ കിട്ടുക എന്ന് വെച്ചാൽ അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് മാത്രവുമല്ല, ഈ സിറ്റുവേഷനിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും അനുശ്രീ ഉണ്ട് എന്നുള്ളത് കൂടി അറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞാൻ മോളുടെ കൂടെ എനിക്ക് ഒന്ന് ചോദിക്കണം. കാരണം അവൾ ഒരു വല്ലാത്തൊരു ഇതാണ്, ആകെ ഒരു ടെൻഷൻ ആകെ അടിച്ചു ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയില്ല, അതുകൊണ്ട് അവളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി പറയാമെന്ന്. അങ്ങനെ അവരെ സന്തോഷത്തോടു കൂടി തലദേവങ്ങളിൽ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേസമയം നമ്മുടെ അലോക് 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്, ജയിലിലാണ്. അപ്പോൾ അനുശ്രീ അതിന് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലൻ ഇവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അനുമോളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ഇങ്ങനെ ജീവൻ്റെ അമ്മയും വന്നിട്ടുണ്ട്, മുമ്പ് ഞാൻ നിന്നോട് ഒരു കാര്യം അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഇഷ്ടാനുസരിച്ച് എൻ്റെ മോൾ സമ്മതിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, എൻ്റെ മോളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊക്കെ അറിഞ്ഞ് ഇനി അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ബാലൻ അനുവിനോട് ചോദിക്കുകയാണ്, മോൾക്ക് ജീവനെ വിവാഹം കഴിക്കുന്നത് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മോളെ എപ്പോഴും വിവാഹം കഴിച്ച് അവൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ അവന് സമ്മതമാണെന്ന് പറഞ്ഞു. അവർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ അനു അച്ഛനോട് പറയണം, അച്ഛാ എന്ത് തീരുമാനം എടുത്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷെ അച്ഛൻ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അച്ഛൻ മനസ്സിലാക്കണം. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു ഹാനോവറിൽ നിന്നും മാറി എൻ്റെ മനസ്സ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പറയണം. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും മനസ്സിൽ എൻ്റെ ചിന്തയിൽ പോലും ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് പഠിക്കണം, എൻ്റെ അച്ഛൻ സ്വപ്നം കണ്ട പോലെ എനിക്ക് പോകാനാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് പഠിച്ച ഒരു IAS ആയിട്ട് മാറണം. അതുകൊണ്ട് അച്ഛൻ എന്നെക്കുറിച്ച് നാളത്തേക്ക് എന്നെ പഠിക്കാനായിട്ട് അനുവദിക്കണം. അതിന് ശേഷം അച്ഛൻ എന്ത് തീരുമാനിച്ചിരുന്നാലും എനിക്ക് അത് പ്രശ്നമില്ല, നമ്മുടെ അനുശ്രീ ബാലനോട് പറയണം. അതുകൊണ്ട് മോളുടെ ഇഷ്ടം മാത്രം, അതാണ് എനിക്ക് പ്രധാനം. മോളുടെ ഇഷ്ടം എന്താണോ അതാണ് ഈ അച്ഛൻ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലൻ മോളുടെ ഒന്ന് തലോടി ആ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിട്ട് പോവുകയാണ്. ഇതേ സമയം പിറ്റേ ദിവസം നമ്മുടെ അനുശ്രീ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ജീവൻ അനുവിനെ അമ്പലത്തിൽ വെച്ച് കാണുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം അനുവും ജീവനും തമ്മിൽ കാണുന്നത്. അപ്പോൾ ജീവൻ അനുവിനോട് അടുത്തേക്ക് ചെന്നിട്ട് രണ്ടുപേരും ചിരിച്ചു. എന്നിട്ട് നമ്മുടെ ജീവൻ അനുവിനോട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു, തൻ്റെ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞു. അനു പറഞ്ഞു, ജീവനെ പോലെ ഇത്രയും നല്ലൊരു ക്യാരക്ടറുള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ട. കാരണം ഞാൻ നിങ്ങളുടെ ഒരുപാട് ടോർച്ചർ ചെയ്തു, നിങ്ങളെ മോശപ്പെടുത്തി, നിങ്ങളെ കുടുംബത്തിന് മുന്നിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഫാമിലിയൊക്കെ ഞാൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. പിന്നെ അതുമാത്രമല്ല ജീവ, എനിക്കിപ്പോൾ അങ്ങനെ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഒരു IAS ആവുക എന്നുള്ള മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതാണിപ്പം ആ ഒരു മാത്രമാണ് മനസ്സിൽ എനിക്കുള്ളത് എന്ന് പറഞ്ഞ്. അപ്പോൾ ജീവൻ പറയുന്നുണ്ട്, എത്ര വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല, താൻ എന്തെങ്കിലും ഒരു സമയത്ത് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരുങ്ങുകയാണെങ്കിൽ അതുവരെയും ഞാൻ കാത്തിരിക്കാം എന്ന് പറയാണ് ജീവൻ പറയണം. ജീവൻ അങ്ങ് പോവാട്ടോ. അപ്പോഴേക്കും അനുശ്രീക്ക് അങ്ങ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുകയാണോ. കാര്യം വേറൊന്നുമല്ല, ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ജീവൻ എന്നുള്ള അറിഞ്ഞിട്ട് അതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയിട്ടോ. എന്നിട്ട് അതിന് മനസ്സിൽ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, വേണ്ട, എന്നെപ്പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും ജീവൻ്റെ ഉള്ളിൽ മനസ്സിൽ വേണ്ട, ജീവിതത്തിൽ വേണ്ട. അതുകൊണ്ട് ജീവന് എന്തെങ്കിലും നല്ലൊരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് സങ്കടപ്പെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പം മീനു ഇത്രയും നോക്കി നിൽക്കുന്നുണ്ട്.
എത്ര നേരമായി അനുശ്രീ പോയിട്ട് ഇതുവരെ അവളെ കണ്ടില്ല. അപ്പോഴേക്കും അനു വന്നു കേട്ടോ. അനു വന്നു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നീ എന്തായി മോളെ ഇത്രയും ലേറ്റായേ എന്ന് ചോദിച്ചു. അപ്പോൾ അനു പറഞ്ഞു, ഇന്ന് അമ്പലത്തിൽ വെച്ച് ജീവനെ കണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് നിന്നു. എന്നിട്ട് ജീവൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അനു തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞു കാര്യം അനു അവിടെ പറയുകയാണ് കേട്ടോ. അപ്പം അത് കേട്ടപ്പോഴേക്കും മീനു പറഞ്ഞു, മോളെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. മോൾക്ക് എന്തുകൊണ്ട് മോളുടെ ജീവിതം സേഫായിരിക്കും ജീവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ. കാരണം നല്ലൊരു ഫാമിലി, നല്ലൊരു സ്വഭാവം ഒരു പയ്യനാണ്. അതുപോലെ തന്നെ മിത്രയും പറഞ്ഞു നല്ലൊരു പയ്യനാണ്. അനു ജീവനെ വേണ്ട എന്ന് രുത്, വളരെ ബുദ്ധിമോശമാണോ ഒക്കെ പറഞ്ഞു. അപ്പോൾ അനുശ്രീ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഏട്ടത്തിമാരെ. കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങളാണ്, എനിക്കത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പിന്നെ നിർബന്ധിക്കാനൊന്നും പോയില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ ആലോക ജയിൽ ശിക്ഷ 14 ദിവസത്തേക്ക് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുക കേട്ടോ. ഈ പുറത്തിറങ്ങുന്ന ആലോക മൈൻഡൊന്നും മാറുന്നൊന്നുമില്ല. പക്ഷേ ആലോകിൻ്റെ മൈൻഡ് മാറും, എപ്പോഴൊന്നും അല്ല കേട്ടോ. കുറേ എപ്പിസോഡുകൾ കൂടെ ഓടിയ ശേഷം അകത്തേക്ക് ഒരു മനുഷ്യനെ പോലെ ഒക്കെ ആവാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ആലോക് വീട്ടിലിരുന്ന് ആലോചിക്കുകയാണ്, എന്നെ ഇത്രയും നാണം കെടുത്താൻ, എൻ്റെ കുടുംബത്തേക്ക് ഇത്രയും നാണം കെടുത്തി അവളെ ഇനി ഞാൻ വരച്ച വരയിൽ എത്തിക്കും. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനാണ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആലോക് ഒരു നല്ല പുള്ള ആവാട്ടം. അതായത് അനുവിനെ പ്രണയിക്കുന്ന ഒരു കാമുകനായിട്ട് അലോക് അങ്ങ് മാറുകയാണ്. അപ്പോഴേക്കും ആലോക് അതിനു വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുവിനെ പോയ അനു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓടി അനുവിൻ്റെ അടുത്ത് ചെല്ലും. അനു, നീ എന്നെ വെറുക്കരുത്, നിന്നെ എനിക്ക് ജീവനാണ്. ഞാൻ നിന്നെ സ്നേഹം മനസ്സിലാക്കാൻ വൈകിപ്പോയി. അനു, ഇത്രയും നാളായി ഞാൻ ജയിലിൽ കിടന്നപ്പോഴൊക്കെ ഞാൻ നിൻ്റെ കുറവ് അല്ലെങ്കിൽ നിൻ്റെ സ്നേഹം ഞാൻ ഇത്രത്തോളമാണ് അവോയ്ഡ് ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കട്ടോ. അവസാനം അനു അലോകിൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ എത്ര നീ എൻ്റെ മുമ്പിൽ അഭിനയിച്ച് കാട്ടിയാലും അലോക, ഈ ലോകത്തേക്ക് ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്നത് നിന്നെ ഒരാളെ മാത്രമാണെന്ന് പറയുക. ഇനി നീ എത്ര മുന്നിൽ കെഞ്ചി എത്ര അപേക്ഷിച്ചാലും ഒരിക്കലും ഈ അനുവിന് അലോകിന് ഒരു സ്നേഹം തോന്നില്ല. അതിനു വേണ്ടി എത്ര പരിശ്രമിച്ചാലും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അനു അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ സീനും കാണിക്കുന്നുണ്ട്. അലോക് വിടാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അലോക് വീണ്ടും പിന്നാലെ പോകുന്നുണ്ട്. നമ്മുടെ അനുശ്രീ എങ്ങോട്ട് പോയാലും അനുശ്രീൻ്റെ പിന്നാലെ ആ ആഗ്രഹം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പിന്നെ നമ്മുടെ അനുശ്രീക്ക് പിന്നെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് ബാലൻ്റെ അടുത്ത്. അത് പറയുന്നുണ്ട്, അതായത് എനിക്ക് ദൂരോട്ട് എവിടെയെങ്കിലും നിന്ന് പഠിക്കണം, ഈ നാട്ടിൽ നിന്നൊക്കെ മാറി ഒരു ചേഞ്ച് എനിക്ക് വേണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ട് അച്ഛൻ എൻ്റെ എന്നൊക്കെ ബാലച്ചനോട് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി, നമ്മുടെ ഉദയഭാനും നമ്മുടെ ആനന്ദും ഇങ്ങനെ കെണി ഒരുക്കി വെച്ചിട്ട് കുറേ ദിവസമായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എലി എപ്പോഴാണ് വീഴുന്നതെന്ന് നോക്കി നമ്മുടെ ആനന്ദ് ഇരിക്കാം. അപ്പോൾ കൃത്യമായി എവിഡൻസ് ഒന്നും കിട്ടാതെ ഒന്നും ആനന്ദിനെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ആനന്ദ് ഒരു ദിവസം നോക്കിയപ്പോൾ ഉദയഭാനും അങ്ങനെ വരാണ്. അപ്പോൾ ക്യാമറയിൽ ഇതൊക്കെ കാണാം. സമയം നമ്മുടെ ദേവി ചായ കുടിക്കാനായിട്ടും മറ്റും എന്തോ പുറത്ത് പോയിക്കണം. ആ സമയം ഉദയഭാനു വന്ന് നേരെ കസേരയിൽ അങ്ങിരുന്നു കഴിഞ്ഞു. ഈ ഇരിക്കൽ ഇരുന്ന് കഴിഞ്ഞ് നേരെ അവരൊക്കെ നമ്മുടെ ആകാശമൊക്കെ എന്തോ ഉണ്ടായിരുന്നു. അവരെ കണ്ണു പിടിച്ച് പതുക്കെ മേശ പതുക്കെ തുറക്കുക കേട്ടോ. ക്യാഷ് കൗണ്ടറിൽ അത് തുറന്ന് ഉദയഭാനു അങ്ങ് ഞെട്ടാണ്. കാരണം ഓറൊന്നുമില്ല. 500-ൻ്റെ 2 കെട്ട് നോട്ട്. ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും വേണോ? കാരണം ബാലൻ ഓരോ പലചരക്ക് കടയിൽ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന പണമാണത്. സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കാൻ, അത് കൊടുക്കാനായിട്ട് ഒരുമിച്ച് കൊടുക്കാനായിട്ട് എന്തോ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി കൂടുതൽ ഈ ഒരവസരം എനിക്ക് വരില്ല, ഒന്നും നോക്കണ്ട, ആ പണം എടുക്കാം. കാരണം അങ്ങനെ അവരെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഉദയഭാനു ആ ക്യാഷ് എടുത്ത് നേരെ ഉടുപ്പിനകത്തേക്ക് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഉദയഭാനു പതുക്കെ ന്യൂട്രലായിട്ട് അവിടെ നിന്ന് വിടുകയാണ്. അപ്പോൾ നമ്മുടെ ആനന്ദ് കൈയോടെ ക്യാമറയിൽ ഇരുന്നത് കാണുകയാണ്. കാരണം കള്ളനെ കൈയോടെ പിടിച്ചു എന്നുള്ള മട്ടിൽ ഇതിൽ കൂടുതൽ ഇനിയൊന്നും വേണ്ട. ആനന്ദ് അപ്പോൾ തന്നെ എല്ലാവരുടെയും മുമ്പിൽ ടിവിയിൽ ഇട്ട് ഒരുമിച്ച് എല്ലാവരെയും കാണുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇന്നത്തോടുകൂടി ഇവളുടെ അച്ഛൻ്റെ എല്ലാ കഥകളും ഞാൻ കിട്ടിക്കും എന്നുള്ള രീതിയിൽ ആനന്ദ് വെല്ലുവിളിച്ചുകൊണ്ട് എന്നെ ആ സീനുകളൊക്കെ കാണിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിത്രയുടെ
ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആര്യനും മിത്രയും ഉപദേശിക്കുന്നത്. സീനുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ഇന്ദിരാമ്മ കേട്ടോ, ഇന്ദിരാമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമം കാരണം എന്നൊക്കെ പറഞ്ഞിരുന്നാലും അലോക തൻ്റെ ചെറുമകനാണല്ലോ, അനു എൻ്റെ ചെറുമകളുമാണ്. അവർ തമ്മിൽ യോജിക്കുന്നത് ഇന്ദിരാമ്മയ്ക്ക് ഇഷ്ടമാണ്. ഈ പകയും വിദ്വേഷമൊക്കെ മാറി അവരൊക്കെ നല്ല രീതിയിൽ ഒരുമിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ മുന്നേ എങ്കിലും ഈ കുട്ടിയുടെ ഈ ബന്ധം നാട്ടിലാണെങ്കിലും ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒന്നിക്കണം എന്നൊരാഗ്രഹമുണ്ട് ഇന്ദിരാമ്മയ്ക്ക്. പിന്നെ ധർമ്മം നല്ല പോലെ നമ്മൾ അച്യുതൻ്റെ അടുത്ത് കിടന്ന് ഫയർ ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെ ഗോമതി സ്റ്റോറിൽ ഫ്രണ്ടിലായിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വയ്ക്കേണ്ട അച്യുതൻ ബാലനോടുള്ള പ്രതിഷേധത്തിൽ എത്ര പണം മുടക്കിയാണെങ്കിലും ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മുടെ അച്യുതൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇനി വരാൻ പോകുന്ന സാന്ത്വനത്തിൽ കാണിക്കുന്ന എപ്പിസോഡുകൾ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയും നാളെ കാണാം. ഓക്കെ, bye bye, take care.